ഹായ്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാറില്ലേ, ഇമോഷണലി സ്ട്രോങ് ആയ അമ്മയ്ക്ക് ഇമോഷണലി സ്ട്രോങ് ആയ മക്കളെ വളർത്താനാവൂ എന്ന്. ഇത് പറയുമ്പോൾ പലപ്പോഴും അച്ഛന്മാര് ചോദിക്കാറുണ്ട്, അതെന്താ അമ്മയുടെ മാത്രം കുത്തകയാണോ ഇത്? എന്റെ കാര്യം പറയട്ടെ. അമ്മയുടെ വയറ്റിൽ കിടന്ന ആ 10 മാസം അമ്മ ചേർത്ത് പിടിച്ച് പാല് കൊടുത്ത ആ സമയം, ഈ സമയത്ത് അമ്മ കൊടുത്ത ഇമോഷൻസിനെ ഒരു കുട്ടിക്ക് മറക്കാനാവൂ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരമ്മയുടെ ഇമോഷൻ എത്രമാത്രം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു, അച്ഛന്റെ ഇമോഷൻ എത്രമാത്രം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. അച്ഛന്റെ അമ്മയുടെയും മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ഇമോഷൻ ഒരു കുട്ടിയെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദേ, എന്റെ പിന്നിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, പീസ് ബിഗിൻസ് വിത്ത് മീ. നമ്മുടെ വീടിന്റെ ഓരോ ചുമരുകൾക്കും പറയാനുണ്ട് ഇമോഷന്റെ കഥ. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിയ ചിന്തകള്, നമ്മളുടെ വാക്കുകള്, പ്രവർത്തികള്, ഇത് നമ്മളുടെ കുടുംബത്തിൽ ആരെയെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഇമോഷണലി താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മയും അച്ഛനും മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവരും, കുട്ടികളും അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിനെ സാരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. ഒരു കുടുംബത്തിന്റെ ഇമോഷൻ അതെന്താണോ അത് ആ കുട്ടിയിൽ ഫീൽ ആകുക തന്നെ ചെയ്യും. കുട്ടി എത്ര ദൂരെ ആയിക്കോട്ടെ. നമ്മുടെ വീട്ടില് വഴക്കുണ്ടാകുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ നിസ്സാര കാര്യത്തിനായിരിക്കും വഴക്കുണ്ടാവുക. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ആ ഒരു അന്തരീക്ഷം മലിനപ്പെടുത്തുമ്പോൾ കുറച്ചു നേരത്തേക്ക് അവിടെ ആകെ ഒരു ചൂടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തൂ. പലപ്പോഴും കുഞ്ഞുങ്ങള് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് സത്യമായ ഒരു കാര്യമാണ്. പല കുഞ്ഞുങ്ങളും അച്ഛനോ അമ്മയോ അറിയാതെ നമ്മളെ വിളിച്ചിട്ട്, ടീച്ചറെ എന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കങ്ങ് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് സത്യത്തില് എനിക്കത് ഫീൽ ആകാറുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സില് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടായിരിക്കില്ല അങ്ങനെ പറയുന്നത്. നമ്മളുടെ ബാല്യത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എന്താണോ കിട്ടിയത്, അച്ഛനും അമ്മയ്ക്കും രണ്ട് വ്യത്യസ്തമായ വീടുകളിലാണ്, അതെന്താണോ അതായിരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാലം മാറി, നമ്മുടെ കുഞ്ഞുങ്ങള് ഒരുപാട് വലിയ നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുള്ളത്. തയ്യാറാണോ? വീട്ടിലെ ഇമോഷണൽ നില, അതായത് വൈകാരികമായ അവസ്ഥ ശാന്തമാക്കുന്നതിന്, ഇമോഷണലി സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ഒരു മീ ടൈം ഉണ്ടായിരിക്കണം. അതായത് നമുക്കിഷ്ടമുള്ളൊരു കാര്യം സന്തോഷത്തോടെ ചെയ്തുകൊണ്ട്, അത് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു സമയം. മാത്രമല്ല, നമുക്ക് കുടുംബത്തിൻ്റെതായ ഒരു സമയം വേണം. കുടുംബത്തിന്റെ സമയത്തിൽ എന്തൊക്കെ വേണം? അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും സഹോദരങ്ങളുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സമയം. ഞാൻ പണ്ടൊക്കെ ഓർമ്മിക്കാറുണ്ട്, എൻ്റെ വീട്ടില് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചിട്ട് വൈകുന്നേരം അത്താഴം ഉണ്ണുന്ന സമയത്ത്
ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചർച്ചയുണ്ട്, അതിലെ കഥകൾ. കുഞ്ഞുങ്ങളും ഇരിക്കും ആ കഥ കേൾക്കാൻ. പിന്നീട് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്ന് കേൾക്കുമ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു തന്നെ ആ കഥ എന്ന് ഓർക്കും. നമ്മള് പഠനം എന്നത്, അല്ലെങ്കിൽ അറിവ് നേടുക എന്നത് നമ്മളുടെ സംസ്കാരമാക്കി മാറ്റുമ്പോഴാണ് നമ്മളുടെ അടുത്ത തലമുറയിലേക്കും അത് പോവുക. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ കുടുംബത്തിൽ വായന സംസ്കാരമാണോ എന്ന്? കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലമാണിത്. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ കൈവിട്ടു പോയാൽ താങ്ങാനാവില്ല നമുക്കാർക്കും. നമ്മൾ അധ്യാപകരും അച്ഛനമ്മമാരും മറ്റു മുതിർന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തൂ. താങ്ക് യു.